തട്ടിപ്പിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറത്ത് നിറത്തിന്റെ പേരിൽ അപമാനിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ഷഹാന മുംതാസിന്റെ ഭർത്താവിനെ കോടതിയിൽ ഹാജരാക്കി. ഇന്നലെ രാത്രിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ അബ്ദുൽ വാഹിദിനെ പോലീസ് പിടികൂടിയത്. ഇയാളെ മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CB അനുമോദ് ചേരുന്നു. അനുമോദ്, നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത, സമീപകാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. നിറത്തിന്റെ പേരിൽ ഭാര്യയെ, അതും നവവധുവിനെ അവഹേളിക്കുക, ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് അപമാനിക്കുക, ഒടുവിൽ ഈ ബന്ധം തന്നെ വേർപിരിയാനുള്ള സമ്മർദ്ദം ചെലുത്തുക. ഇതിൻ്റെയൊക്കെ മനോവിഷമത്തിലാണ് ഷഹാന എന്ന യുവതി ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഈ ഭർത്താവ് വാഹിദിനെ പോലീസ് നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? നിലവിൽ ഈ വാഹിദ് മാത്രമാണോ കേസിലെ പ്രതിയായിട്ടുള്ളത്? ടോമിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കുറ്റകൃത്യം നടന്ന, അതായത് ഈ യുവതിയുടെ ആത്മഹത്യ നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ പോലീസ് വിദേശത്തു നിന്നും പ്രതിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ പിടികൂടി എന്നുള്ളതാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കലും മറ്റുവിധ സമ്മർദ്ദങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം അത്രമാത്രം ഹീനിയസ് ആയ ഒരു ക്രൈമാണ് ഈ വാഹിദ് ചെയ്തിട്ടുള്ളത് എന്നത് കൃത്യമായി നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ദ്രുതഗതിയിൽ നടപടി ഉണ്ടായിരിക്കുന്നതും ഇപ്പോൾ അയാൾ മലപ്പുറം കോടതി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. അയാളിപ്പോൾ കോടതിയിലാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാളെ കോടതിക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ കാണിക്കുകയും മറ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വിരിഞ്ഞൊരു സമയമാണ്. എന്താണെങ്കിലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. താൻ വിവാഹം കഴിച്ച അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ച ഭാര്യയ്ക്ക് നിറമില്ല, ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുക, അവഹേളിക്കുക, അവഗണിക്കുക, മാനസികമായി സമ്മർദ്ദത്തിലാക്കുക, തുടർന്ന് നിന്നെ ഞങ്ങൾക്ക് ഇനി വേണ്ട, ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കുകയാണ്, വിവാഹം വേർപിരിയുകയാണെന്ന് പറഞ്ഞ് മാനസികമായിട്ട് തകർത്തെറിയുക. ആ ദുരന്തത്തിൽ നിന്ന് ആ കുട്ടിക്ക് കരകയറാൻ കഴിയാതെ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ, ഏതൊരു നിമിഷാർദ്ധത്തിൽ ആ കുട്ടി സ്വയം ജീവനൊടുക്കുകയാണ്. ഇത്രമാത്രം നമ്മളെയൊക്കെ നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്ത ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും പോലീസ് അതിൻ്റെ സംവിധാനങ്ങൾ, നിയമ സംവിധാനം കൃത്യമായി തന്നെ നടപടിയെടുത്തു എന്നത് ഈ ഘട്ടം വരെ ആ കുടുംബത്തിനൊക്കെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇയാൾക്ക് റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഭർതൃപീഡനം, അതുപോലെ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നിലവിൽ വാഹിദ് മാത്രമാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. മറ്റ് കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യങ്ങളൊക്കെ പോലീസ് വരും ദിവസങ്ങളിൽ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. രണ്ട് കാര്യങ്ങൾ ഇതുകൂടി ഇതിലുണ്ട്. ഒന്ന്, ഈ വാഹിദിന് ശബ്ദ സന്ദേശം, ഈ വാഹിദിന്റെ മാതാപിതാക്കൾ ഈ ബന്ധം വേർപിരിയാൻ ഷഹാനയെ നിർബന്ധിച്ചിരുന്നു, സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നൊരു പരാതി കൂടി ഈ യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ വാഹിദിനെതിരെ മാത്രം കേസെടുത്താൽ പോരല്ലോ. ഇയാളുടെ കുടുംബത്തിനെതിരെ, മാതാപിതാക്കൾക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്യാത്തത്? ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത്, ഒരിക്കലും ഈ പെൺകുട്ടി ഈ വാഹിദിൻ്റെ കുടുംബത്തിൽ പോയിരുന്നു. വാഹിദ് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന തരത്തിലല്ല ആ കുടുംബം പെരുമാറിയത് എന്നാണ് മൊഴിയുള്ളത്. ഇത് മൊഴി മാത്രമാണ്, മറ്റ് തരത്തിലുള്ള തെളിവുകളൊന്നും ഈ കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരു പരാതിയായ ഒരു ആരോപണമായിട്ടാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നത്. ഇനി വാഹിദിന് നേരിട്ട് ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള എല്ലാ ശാസ്ത്രീയമായ തെളിവുകളും കുട്ടിയുടെ ഡയറി കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൃത്യമായിട്ട് വാഹിദിനെ എതിരെ തെളിവുള്ളത് കൊണ്ട് പ്രതി ചേർക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കുടുംബത്തിന് നേർക്ക് അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടോ എന്ന കാര്യം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കൃത്യമായി തെളിവുകളില്ലാതെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ അത് പക്ഷേ കോടതിയിൽ ആ കേസ് ഒന്നാകെ തള്ളിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കുറ്റം ചെയ്തവർ കൃത്യമായി ശിക്ഷിക്കപ്പെടണം. അതുപോലെ തിടുക്കപ്പെട്ട് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ കേസ് ഒന്നാകെ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കുട്ടി മരിച്ചത് സ്വന്തം വീട്ടിലാണ്. മാത്രമല്ല ഈ കുട്ടിയുടെ മറ്റു തരത്തിലുള്ള, അതായത് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കേസ് നിൽക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സമയമെടുത്ത് തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വാഹിദിനെതിരെ നേരിട്ടുള്ള തെളിവുകൾ പോലീസിൻ്റെ ഭാഗത്തുള്ളത് കൊണ്ടാണ് വാഹിദിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണങ്ങളുണ്ട്, പരാതിയുണ്ട്. അത് പരിശോധിച്ച ശേഷമേ പോലീസിൽ നടപടിയെടുക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ടോം. അനുമോദ്, ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിദേശത്തു നിന്നും വാഹിദിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്? പോലീസ് ഈ ബോധപൂർവം
ഇയാളെ നാട്ടിൽ എത്തിച്ചതാണോ അതോ സമ്മർദ്ദം ചെലുത്തി എത്തിച്ചതാണോ പിന്നെ അതോ ഈ പോലീസ് അറിയാതെ ഇവിടെ എത്തി കേരളത്തിലെത്തി പിന്നീട് മുൻകൂർ ജാമ്യം തേടാനുള്ളൊരു നീക്കം പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ഇതിൽ നമുക്ക് പോലീസിനെ വന്ന് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈ കേസിനെ ചൊല്ലി വലിയ സമ്മർദ്ദം ഉയർന്നിട്ടുണ്ട്. ഇയാളുടെ കുടുംബം ഇപ്പോഴും ഒളിവിലാണ്. ഈ സംഭവം ഉണ്ടായതിൽ പിന്നെ ഇയാളുടെ കുടുംബം എവിടെയാണെന്ന് അറിയില്ല, വീട് പൂട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും അയാളിൽ സമ്മർദ്ദം ഉണ്ടായിരിക്കാം. മാത്രമല്ല ഈ തൊഴിലിടത്തിൽ ഇത്രയും വിദേശ രാജ്യത്താണെങ്കിലും മലയാളികൾ ഒരുപാടുള്ള സമൂഹമാണ്. അപ്പോൾ ഈ തൊഴിലിടത്തിൽ ഇത്രയും വലിയ വിവാദമായ ഒരു കേസിന്റെ ഭാഗമായിട്ട് അതിൽ പ്രതിയായ ഒരാൾക്ക് നിന്ന് പോകാൻ കഴിയാത്ത തരത്തിലൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അയാൾ നാട്ടിലെത്തിയപ്പോൾ കൃത്യമായി ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ട് എമിഗ്രേഷൻ വിഭാഗം ഇയാളെ തടഞ്ഞു വെക്കുകയും തുടർന്ന് മട്ടന്നൂർ പോലീസിനെ വിവരം അറിയിക്കുകയും മട്ടന്നൂർ പോലീസിലെ കസ്റ്റഡി എടുക്കുകയും തുടർന്ന് കൊണ്ടോട്ടി പോലീസിന് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ സമയത്ത് പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് എടുത്തു തോന്നുന്നൊരു കാര്യം ഈ വാർത്ത കൃത്യമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മളടക്കമുള്ള വാർത്താ മാധ്യമങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും ഹീനിയസ് ആയ ഒരു ക്രൈം നടത്തിയ ഒരാൾക്ക് ഇത് കാണുന്ന ഒരാളും അയാളെ ഒരുപക്ഷെ അംഗീകരിക്കണമെന്നില്ല, അയാൾക്കെതിരെ ഉള്ളൊരു വികാരം ഉണ്ടാകണമെന്നുണ്ട്. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഇയാൾ നാട്ടിലെത്താൻ ഇയാളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് കരുതേണ്ടത്. എന്താണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നമുക്ക് ഇയാളെ നാട്ടിലെത്തിച്ചതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിൻ്റെ ഒരു കാര്യം മാത്രമാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. മറ്റു വിശദാംശങ്ങൾ, അതായത് എംബസിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാർത്തകളുടെ ഒരു സമ്മർദ്ദം, ഈ വാർത്തകൾ ഉണ്ടാക്കിയ ഒരു സ്വാധീനം അയാളുടെ അറസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ടോം. തീർച്ചയായും മലപ്പുറത്ത് നിറത്തിൻ്റെ പേരിൽ യുവതിയെ അധിക്ഷേപിക്കുന്നു, പിന്നീട് യുവതി അതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവ് വാഹിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.